ലെബനനിൽ പേജറുകൾ പൊട്ടിത്തെറിച്ച് 9 ഹിസ്ബുള്ള പ്രവർത്തകർ മരിക്കുകയും 2700-ലേറെ ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തത് ഇപ്പോൾ വലിയ വാർത്തയാണല്ലോ. സംഭവത്തിന് പിന്നാലെ പേജറുകളെ കുറിച്ച് ചർച്ചകൾ നടക്കുകയാണ്. എന്താണ് പേജറുകൾ എന്നും അത് എങ്ങനെയാണ് ഒരു സ്ഫോടക വസ്തു ആയതെന്നും നോക്കാം. മൊബൈൽ ഫോൺ ജനകീയമാകുന്നതിന് മുന്നേയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ആണ് പേജറുകൾ. ചെറിയ സന്ദേശങ്ങളോ അലേർട്ടുകളോ ഒക്കെ അറിയിക്കാനാണ് പേജർ ഉപയോഗിക്കുന്നത്. ഇത്തരം മെസ്സേജുകൾ പരസ്പരം അയക്കാനുള്ള 2-വേ പേജറുകളും ഉണ്ട്. പേജർ താരതമ്യേന പഴയ ഒരു സാങ്കേതിക വിദ്യയാണ്. അതിനെ ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന രീതിയിലുള്ള സൈബർ അറ്റാക്ക് ചാരനിരീക്ഷണങ്ങളിൽ നിന്നൊക്കെ ഒരു പരിധിവരെ സേഫ് ആണ്. ഇറാനെ പിന്തുണയ്ക്കുന്ന ലെബനീസ് ആയുധ സംഘമാണ് ഹിസ്ബുള്ള. ലൊക്കേഷനും നീക്കങ്ങളും മറ്റും ഇസ്രായേൽ രഹസ്യ സംഘടനകൾ കണ്ടുപിടിക്കാൻ ഇടയുണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് ഹിസ്ബുള്ള പേജറുകൾ ഉപയോഗിക്കുന്നത്. പേജറുകളിൽ ഡ്രോൺ ഉപയോഗിച്ച് ചെറിയ രീതിയിലുള്ള സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കി പൊട്ടിത്തെറി ഉണ്ടാക്കിയതെന്നതാണ് പ്രധാന വിശദീകരണം. പേജറുകളുടെ ബാറ്ററി ചൂടുപിടിച്ച് പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ ഇസ്രായേൽ ഹാക്കിംഗ് നടത്തിയെന്നും ആരോപണമുണ്ട്. എങ്കിലും സങ്കീർണമായ ഹാക്കിംഗ് ടെക്നിക്കുകൾക്ക് വിധേയമല്ലാത്ത സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന പേജറുകളിൽ എങ്ങനെ സ്ഫോടനം നടന്നു എന്നറിയാൻ ഇനിയും കാത്തിരിക്കണം.